രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ തിരക്കിട്ട കൂടിയാലോചനകൾ വളരെ വൈകിയ വേളയിലാണെങ്കിലും കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. കോടതി ജാമ്യാപേക്ഷ തള്ളിയാൽ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനവും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. രാഹുലിനെ തെറ്റിതിരുത്താൻ ഇനിയൊരു അവസരമില്ല എന്നും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സാഹചര്യമാണിതെന്നും കെ മുരളീധരൻ ഇന്ന് തുറന്നടിച്ചിട്ടുണ്ട്. രാഹുലിനെ തള്ളി രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഇന്ന് രംഗത്ത് വന്നു. ഒടുവിൽ ഷാഫി പറമ്പിലും സ്വന്തം ശിഷ്യൻ രാഹുലിനെ കൈവിടുകയാണ്. പാർട്ടിയുടെ മീതെ, കോൺഗ്രസ് പാർട്ടിയുടെ മീതെ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നു. നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടിയെടുക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിന് മേൽ ഇടുത്തി പോലെ വന്നാണ് വീണിരിക്കുന്നത്. രാഹുലിനെ കൈവിടുകയല്ലാതെ പാർട്ടിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ലെന്നായി. രാഹുലിനെ തള്ളണോ കൊള്ളണമോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾക്ക് മുന്നിലേക്ക് കെ മുരളീധരൻ നല്ല ക്ലാരിറ്റിയുള്ളൊരു നിലപാട് വയ്ക്കുന്നുണ്ട്. സസ്പെൻഷൻ എന്നുള്ളത് തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിനൊരു സ്കോപ്പില്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായി ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. പൊക്കിൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. ഇന്ന് കണ്ട ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം ഷാഫി പറമ്പിലിൻ്റെതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിലൊക്കെ സംരക്ഷണ കവചമൊരുക്കിയിരുന്ന ഷാഫിയും രാഹുലിനെ കൈവിടുകയാണ്. പാർട്ടി തീരുമാനം പാർട്ടി അറിയിക്കും. ഇപ്പം ലീഗലി കാര്യങ്ങൾ നടക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്തിട്ട് ഉചിതമായ സമയത്ത് പാർട്ടി പ്രസിഡന്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും. എൻ്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എൻ്റെയും കൂടിയാണല്ലോ. ഞങ്ങളെല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണല്ലോ. എൻ്റെ അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. രാഹുലിനെതിരെ അതിശക്തമായ നടപടി വേണമെന്ന നിലപാട് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനെ പിന്തുണച്ച് സംസാരിച്ചിരുന്ന അടൂർ പ്രകാശിന് ഇന്ന് പക്ഷേ അതിന് സാധിക്കുന്നില്ല. അപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കാര്യങ്ങൾ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ. പുറത്തു വരുമ്പോൾ അതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഇതൊരു വ്യക്തിയുടെ കാര്യമാണ്. ഇത് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു. രാഹുൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്തു പോകുക മാത്രമല്ല, MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് കെ രമ ആവശ്യപ്പെടുന്നു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളായ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനുമെല്ലാം സമാനമായ നിലപാടുകാർ തന്നെയാണ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യത്തോട് KPCC അധ്യക്ഷന്റെ പ്രതികരണം ഇങ്ങനെ: കോൺഗ്രസ് പാർട്ടിക്ക് കോടതിയും പോലീസും ഇല്ല. കോൺഗ്രസ് പാർട്ടി നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ്. അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ്. ഓരോ സാഹചര്യവും അതിൻ്റേതായ അർത്ഥത്തിൽ ഞങ്ങൾ പരിഗണിക്കുകയും കണക്കിലെടുക്കുകയും ചെയ്യും. അത് അതിൻ്റെ ഉചിതമായ സമയത്ത് ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളും. ആദ്യ പരാതി ഉയർന്നപ്പോൾ രാഹുലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു. അന്ന് പക്ഷേ പോലീസിന് മുന്നിലോ പാർട്ടിക്ക് മുന്നിലോ രേഖാമൂലം ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതല്ല സ്ഥിതി. പാർട്ടിക്ക് മുന്നിലും പോലീസിന് മുന്നിലും ബലാത്സംഗ കുറ്റം ആരോപിക്കുന്ന രേഖാമൂലമുള്ള പരാതികളുണ്ട്. അതിനാൽ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക ഇനി പ്രയാസകരമാകും. മൽത്തേനംപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.